നമ്മളിന്ന് പച്ചത്തരണ്ടിയാണ് വറുത്തരച്ച് വയ്ക്കുന്നത്. അതിന് വേണ്ടിയിട്ട് 1 കിലോ പച്ചത്തരണ്ടി മീൻ കല്ലുപ്പിട്ട് കഴുകി വാരി പിഴിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. നല്ലപോലെ മൂത്ത ഒരു തേങ്ങ, ഒരു 10-15 ചുമന്നുള്ളി അരിഞ്ഞത്, കറിവേപ്പില, 2 ചെറിയ സവോള ചെറുതായിട്ട് കട്ടി കുറച്ച് അരിയണം, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, കുറച്ച് വെളുത്തുള്ളി, ഒരു 5-6 വെളുത്തുള്ളി ഉണ്ട്. ഇത്രയാണ് ഇതിന് വേണ്ടത്. നമുക്ക് ആദ്യം ഈ തേങ്ങയൊന്ന് വറുത്തെടുക്കാം. ഒരു 5 മിനിറ്റ് വെള്ളത്തിലിട്ട് ഇതിൻ്റെ കരിയൊക്കെ കളഞ്ഞ് നല്ല കുടംപുളിയാണ് ഇത് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. ചട്ടി ചൂടായിട്ടുണ്ട്. ഒരു ചെറിയ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ചട്ടി ചൂടായി വന്നപ്പം ഇന്ന് നമുക്ക് ഈ തേങ്ങ ഇതിലേക്ക് ഇട്ട് വറുത്തെടുക്കാം. തേങ്ങ വറുക്കാൻ എടുക്കുമ്പോൾ ഓർക്കണം, എപ്പോൾ എടുത്താലും നല്ലതുപോലെ മൂത്ത് വിളഞ്ഞ തേങ്ങ വേണം വറുത്തരക്കറിയൊക്കെ എടുക്കേണ്ട കേട്ടോ. നമുക്കൊന്ന് വറുത്തെടുക്കാം. ഞാൻ ഈ തേങ്ങയിലേക്ക് ഒരു ചെറിയ സ്പൂൺ പൊടിയുപ്പ് ചേർത്ത് കൊടുക്കുന്നത് എന്താണെന്നറിയാമോ? തേങ്ങ പെട്ടെന്ന് വാടി കിട്ടും കേട്ടോ. മീനിന് ഉപ്പിടുമ്പം ഈ തേങ്ങയിൽ ഉപ്പ് ചേർത്ത കാര്യം മറന്നു പോകരുത് കേട്ടോ. നന്നായിട്ട് വറുത്തെടുക്കാം. തേങ്ങ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഒരു 2-3 മിനിറ്റ് കൂടെ കഴിയട്ടെ. ഈ കളറാകുമ്പോൾ തീ ഒന്ന് നന്നായിട്ട് കുറച്ച് വെക്കണം കേട്ടോ. തേങ്ങ ഒരിക്കലും കരിഞ്ഞു പോകരുത്. കരിഞ്ഞു പോയാൽ ആ കറിയുടെ ടേസ്റ്റ് തന്നെ മാറി. തേങ്ങ നന്നായിട്ട് മൂത്തിട്ടുണ്ട്. നമ്മളിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം കേട്ടോ. 1 സ്പൂൺ എരിവുള്ള മുളക് പൊടി, 1 സ്പൂൺ കാശ്മീരി മുളക് പൊടി, ഒരു ചെറിയ സ്പൂൺ മഞ്ഞൾപ്പൊടി, 1 സ്പൂൺ മല്ലിപ്പൊടി, ഒരു ചെറിയ ടീസ്പൂൺ കുരുമുളക് പൊടി. തീ ഓഫാക്കണേ. ആ ചട്ടിയിൽ നിന്ന് ചൂടായിക്കോളും. ഇനി ഇത് നന്നായിട്ട് തണുത്തിട്ട് വേണം നമുക്ക് മിക്സിയിലിട്ട് വെള്ളം ചേർക്കാതെ ഒന്ന് അരച്ചെടുക്കാനായിട്ട്. ഇത് തണുത്തിട്ട് നമുക്ക് അരച്ചെടുക്കാം. അരപ്പ് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. 2 പ്രാവശ്യമായിട്ട് അരച്ചെടുക്കാൻ പറ്റുള്ളൂ, ചെറിയ ജാറായതുകൊണ്ട്. കണ്ടോ, വെള്ളം ചേർക്കാതെ ഇതുപോലെ നന്നായിട്ട് അരച്ചെടുക്കണേ. നന്നായിട്ട് മൂത്ത തേങ്ങയാണെങ്കിൽ നമ്മൾ ആദ്യം തേങ്ങ അരച്ചപ്പോൾ കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്താൽ ആ എണ്ണ മാത്രം മതി. പിന്നെ തേങ്ങ മൂക്കുമ്പോൾ ആ മൂത്ത തേങ്ങ അതിൽ നിന്ന് എണ്ണ ഇറങ്ങുകയും ചെയ്യും. അപ്പോൾ ഇതുപോലെ വെള്ളമൊന്നും ചേർക്കാതെ നന്നായിട്ട് നല്ല മഷി പോലെ അരിഞ്ഞ് കിട്ടും. ഇനി നമുക്ക് സവോളയും പച്ചമുളകും ഇഞ്ചിയും കറിവേപ്പിലയും ഒന്ന് വഴറ്റിയെടുക്കാം. ചട്ടി ചൂടായിട്ട് വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടാകുമ്പോൾ കുറച്ച് ഉലുവയും കടുകും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി അതിലേക്ക് അരിഞ്ഞ് വെച്ചിരിക്കുന്ന 2 സവോളയും പച്ചമുളകും ഇഞ്ചിയും കറിവേപ്പിലയും എല്ലാം ചേർത്ത് കൊടുക്കാം കേട്ടോ. സവോള നന്നായിട്ട് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ അരച്ച് വെച്ചിരുന്ന അരപ്പുണ്ടല്ലോ, അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇതിൽ കുറച്ച് വെള്ളം ഒഴിച്ച് കഴുകിയെടുക്കണം. ഇനി ഇതിലേക്ക് കുടംപുളി ചേർത്ത് കൊടുക്കാം കേട്ടോ. ഈ പച്ചമീനിനകത്തേക്ക് ഒരുപാട് വെള്ളമുണ്ട് കേട്ടോ. അതുകൊണ്ട് നമ്മൾ ആ മീനിനൊക്കെ അരപ്പുണ്ടാക്കുമ്പോൾ ഒരുപാട് വെള്ളം ചേർത്ത് വെക്കരുത് കേട്ടോ. വെള്ളം ചേർത്ത് കൊടുക്കാവേ. അരപ്പ് അരച്ചെടുത്ത മിക്സി കഴുകിയ വെള്ളം, ആ പാത്രം കഴുകിയ വെള്ളം ഇടാണിത്. ഇനി നമുക്കിതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതിന് മുമ്പ് ഈ അരപ്പിൻ്റെ ഉപ്പൊന്ന് നോക്കണം കേട്ടോ. കാരണം നമ്മൾ തേങ്ങ വറക്കാനെടുത്ത്
ഉപ്പ് ചേർത്ത് കൊടുത്തില്ലായിരുന്നു. കുറവുള്ള ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതി. എൻ്റെ ഉപ്പ് നോക്കട്ടെ. കുറച്ചുകൂടെ ഉപ്പ് വേണേ, ഉപ്പ് കുറവാണേ. കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കും. ഇനി തീ കൂട്ടി കൊടുക്കാം. ഇനി അരപ്പ് നന്നായിട്ട് തിളക്കട്ടെ കേട്ടോ. എന്നിട്ട് വേണം നമുക്ക് മീൻ ചേർത്ത് കൊടുക്കാനായിട്ട്. ആ പുളിയൊക്കെ ഒന്ന് ചൂടാവട്ടെ. അരപ്പ് നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. നമുക്ക് ഈ മീൻ കഷ്ണങ്ങൾ അതിലേക്ക് ചേർത്ത് കൊടുക്കാം. മീൻ കഷ്ണങ്ങളെല്ലാം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത്രയും വെള്ളം മതി കേട്ടോ. ഇത് കൂടുതൽ വെള്ളം പാടില്ല കേട്ടോ. ഇനി നമുക്കിത് മൂടി വെച്ചിട്ട് ഒരു 10 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാം. ഈ മീൻ കഷ്ണം വേകുമ്പോൾ ഇതിൽ നിന്ന് വെള്ളം ഇറങ്ങും കേട്ടോ. അതുകൊണ്ടാണ് പറഞ്ഞത് ഒരുപാട് വെള്ളം പാടില്ല, ഇത്രയും വെള്ളം പാടുള്ളൂ എന്ന് പറഞ്ഞു കേട്ടോ. പത്ത് മിനിറ്റ് വെന്ത് വരട്ടെ. അഞ്ചാറ് മിനിറ്റ് ആയിട്ടുണ്ട് കേട്ടോ തിളയ്ക്കാൻ തുടങ്ങിയിട്ട്. നമുക്കിതിൻ്റെ മൂടലൊന്ന് മാറ്റി നോക്കാം. നന്നായിട്ട് തിളയ്ക്കുന്നുണ്ട്. കുത്തി ഇളക്കാതെ പയ്യെ വേണം കേട്ടോ. മീൻ ഇളക്കുമ്പോൾ നമുക്ക് എപ്പോഴും ഇളക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ മീൻ കഷ്ണം ഉടഞ്ഞു പോകത്തില്ലേ. പയ്യെ വേണം ഇളക്കാനായിട്ട് കേട്ടോ. ഉപ്പൊന്ന് നോക്കാം. ഉപ്പൊക്കെ പാകത്തിനുണ്ട്. കണ്ടോ, എണ്ണയൊക്കെ തെളിഞ്ഞ് വരുന്നത് കണ്ടോ. തിളച്ച് മൂടലൊന്ന് മാറ്റി നോക്കാം. മീൻ വെന്തിട്ടുണ്ട് കേട്ടോ. കണ്ടോ, മീൻ വാങ്ങി വെച്ചാലും കുറച്ച് നേരം ഇങ്ങനെ തിളയ്ക്കും കേട്ടോ. ഇങ്ങനെയാണ് കേട്ടോ പച്ചത്തരണ്ടി വറുത്തരച്ച് വയ്ക്കുന്നത്. എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണേ. ഒരു 2-3 മണിക്കൂർ കഴിഞ്ഞിട്ട് വേണം നമുക്കിത് എടുക്കാൻ കേട്ടോ. പിറ്റേ ദിവസം എടുക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. വെച്ച ഉടനെ എന്തായാലും ഉപയോഗിക്കരുത്. ഏറ്റവും കുറഞ്ഞത് 3 മണിക്കൂറെങ്കിലും ഇങ്ങനെ ഇരിക്കണം.